എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ കൂൾ മമ്മ. അപ്പോൾ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ്, അതായത് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൻ്റെ ഒരു സമ്മറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാടൊന്നും വലിച്ചു നീട്ടുന്നില്ല, ഞാൻ വേഗം തന്നെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ആദ്യമായി തന്നെ കാണിക്കുന്നത് അവരുടെ മാല മാറ്റുന്ന ചടങ്ങാണ്. രണ്ടുപേരും കൂടെ ഇരിക്കുന്നുണ്ട്, മാല മാറ്റുന്നുണ്ട്. അപ്പം അവരുടെ അച്ഛൻ മാല എടുത്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് രേവതി സച്ചിക്ക് മാല ഇടുന്നു, അതേപോലെ തന്നെ സച്ചി തിരിച്ചും രേവതിക്ക് മാല ഇടുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ കുറേ ശ്രീകാന്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നല്ല 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 രസമുള്ളൊരു കഥാമുഹൂർത്തങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് താലി കെട്ടാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ താലി എടുത്തു കൊടുത്തു, അച്ഛൻ താലി എടുത്തു കൊടുത്തു. അപ്പോൾ അത് നല്ല ചിരിച്ചുകൊണ്ട് കൂടി തന്നെ നല്ല നോട്ടത്തോടു കൂടിയൊക്കെ നല്ല രീതിക്ക് തന്നെ ചടങ്ങ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അച്ഛൻ അനുഗ്രഹിക്കുന്നു, അപ്പോൾ അച്ഛമ്മ അനുഗ്രഹിക്കുന്നു, പൂവൊക്കെ ഇട്ട്. പിന്നെ ചന്ദ്ര എന്താ നീ നോക്കി നിൽക്കുന്ന വാ എന്ന് പറയുന്നു. അപ്പോൾ വന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ രേവതിയോട് അമ്മയോടും വന്ന് അനുഗ്രഹിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ അമ്മ പറയുന്നു, ഇല്ല അദ്ദേഹം ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും മാറി നിൽക്കാനൊന്നും പറ്റില്ല, അത് നമ്മുടെ മോളുടെ ചടങ്ങല്ലേ എന്ന് കരുതി വരണം എന്ന് പറഞ്ഞ് അവരും വന്ന് അനുഗ്രഹിക്കുന്നു. അങ്ങനെ കുറേ ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പറയുന്നത് രേവതി പറയുന്നുണ്ട് ദേവുവിനോട്, ഒരു ആൻറ്റി ഉണ്ട് അകത്ത് എൻ്റെ റൂമിൽ, ഒന്ന് പോയി വിളിച്ചുകൊണ്ട് പോകാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പോയി വിളിച്ചുകൊണ്ടും വരുന്നുണ്ട്. അങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് ശ്രുതിയെ കാണുന്നത്, അതായത് ശ്രുതിയുടെ അമ്മ ശ്രുതിയെ കാണുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് ഞെട്ടി ആ ഷോക്കോട് കൂടി സ്ലോ മോഷനിലൊക്കെ ഇറങ്ങി വരുന്നത് കാണിക്കുന്നുണ്ട്. അപ്പം പക്ഷേ ഇതൊന്നും പുറത്ത് പറയാതെ തന്നെ അവരെ വന്ന് അനുഗ്രഹിച്ച് അങ്ങനെ തിരിച്ച് ഞാൻ മുറിയിൽ പോയിരിക്കാം, മോൻ ഉറങ്ങല്ലേ എന്ന് കരുതി മുറിയിൽ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ആകെ ഒന്ന് വെളുത്തൊരു ഫേസിലാണ് കാണിക്കുന്നത്, ആകെ ടെൻഷനായി. അപ്പം നേരെ ഞാനൊന്ന് വാഷ്റൂമിലേക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് നേരെ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. കയറിപ്പോയതും ആ റൂമിലേക്ക് എത്തിയതും അമ്മ എന്താണ് അവിടെ, നിങ്ങൾ എന്താണ് ഇവിടെ എന്ന് ചോദിച്ച് അമ്മയോട് വളരെ ശക്തമായി തർക്കിക്കുകയും ചൂടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഇതൊന്നല്ല, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു കാര്യം, അന്നൊരു വണ്ടി ഇടിക്കാൻ പോയപ്പോൾ ആദ്യമോനെ രക്ഷിച്ച കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ആ കുട്ടി രേവതിയാണ്. അപ്പോൾ രേവതിയെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഞാൻ വന്നതാണെന്ന്, അങ്ങനെ വിളിച്ചാൽ വരണ്ട എന്ന് പറയണം, നിങ്ങളോട് ആരോടും ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളാൻ പറഞ്ഞ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീ കല്യാണം കഴിച്ച് എന്ന് കയറാൻ പോകുന്ന വീടാണെന്ന് എനിക്കറിയില്ലല്ലോ മോളെ, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇപ്പോൾ വന്നുപോയി, നിങ്ങളിപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ തന്നെ ഇറങ്ങാൻ പറ്റില്ല, കാരണം പെട്ടെന്ന് ഇറങ്ങിപ്പോയാൽ എല്ലാവരും എന്ത് വിചാരിക്കും. അപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ അവർ പറയും, രേവതിയോടൊന്നും പറയാതൊന്നും എനിക്ക് ഇറങ്ങിപ്പോകാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം അമ്മ പറയുന്നുണ്ട്, മോളെ നടന്ന കാര്യമെല്ലാം ഇവരെ അറിയിക്കുന്നതല്ലേ നല്ലത്, പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, നല്ല കുടുംബം, നല്ല ചെക്കൻ, എല്ലാവരും നല്ല സ്വഭാവമുള്ള ആൾക്കാരെ ഇങ്ങനെ പറ്റിക്കണോ, നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനും കൂടെ നിൻ്റെ കൂടെ വന്ന് സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഞാൻ പറയുന്നത്, നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ അമ്മ പറയുമ്പോൾ ശ്രുതിക്ക് വളരെയധികം ദേഷ്യം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ദയവേതൊന്നും, നിങ്ങൾ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയത്, ഞാനൊരു നല്ലൊരു ജീവിതത്തിലേക്കുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഇരിക്കുകയാണ്, അത് നിങ്ങളായിട്ട് നശിപ്പിക്കരുത്. പിന്നെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് പറഞ്ഞല്ലോ, ഇഷ്ടം ഉണ്ട് എന്നുണ്ടെങ്കിൽ ദയവേതൊന്ന് ഇറങ്ങിപ്പോവുകയാണ് വേണ്ടത്. ഇനി അതിനു മേലെ ഇവരെ ആരെങ്കിലും അറിയുകയാണെങ്കിൽ പിന്നെ എന്നെ നിങ്ങൾ കാണില്ല, നിങ്ങൾ ഒരിക്കലും കാണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഏതൊരു അമ്മയ്ക്കായാലും സഹിക്കില്ലല്ലോ. അപ്പോൾ അവർ കണ്ണ് നിറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഓക്കെ മോളെ ഞാൻ ഉടനെ തന്നെ പൊക്കോളാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞ് ശ്രുതി തിരിച്ച് ഇറങ്ങി വരുന്നപ്പോഴേക്കും എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്ത് പറ്റി, നിനക്ക് വയ്യേ എന്നൊക്കെ, തലവേദന ഉണ്ടെന്ന്. അപ്പോൾ ശ്രുതി വേഗം ചോദിക്കുന്നുണ്ട്, ചായ വേണോ എന്നൊക്കെ. ഇല്ല എനിക്കൊന്നും വേണ്ട, ഞാൻ പിന്നെ കുടിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ശ്രുതി എന്താ മാറി നിൽക്കുന്നത്, നീ വന്ന് അവരെ അനുഗ്രഹിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവളൊന്ന് മടിച്ചു നിൽക്കുന്നു. അപ്പോഴേക്കും ചന്ദ്ര വന്ന് വിളിച്ച് അവരെ അനുഗ്രഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞങ്ങളെ അനുഗ്രഹിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ലവൻ്റെ കെട്ടിയോളാവാൻ പോകുന്നു എന്നുള്ള കാരണം കൊണ്ട് ആവരുത്, അത് നടക്കുമോ എന്നൊക്കെ പറയുമ്പോഴേക്കും ഒന്നും മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞ് എല്ലാവരും തടയുന്നുണ്ട്. രേവതി ഒന്ന് കൈ പിടിക്കുന്നുണ്ട്, വേണ്ട എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അനുഗ്രഹിച്ച് ശ്രുതിയും മാറിപ്പോകുന്നുണ്ട്. പക്ഷേ ശ്രുതിക്ക് മുഴുവനും ടെൻഷനാണ്, എന്താവും എന്നറിയാതെ. അതേ സമയത്ത് ബാക്കി എല്ലാവരും സംസാരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ രേവതിയുടെ അനിയത്തി ദേവുവും ശ്രീകാന്തൻ തമ്മിലുള്ള ചെറിയൊരു ടോക്ക് നടക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവർ തമാശയ്ക്കൊക്കെ പറയുന്നുണ്ട്, എന്താണ് നിൻ്റെ ഫേവറേറ്റ് കസ്റ്റമർ, എടുത്ത ഫോട്ടോസൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറയുന്നുണ്ട്. അതിനുശേഷം നിൻ്റെ ഫേവറേറ്റ് കസ്റ്റമർ ഉണ്ടല്ലോ, അത് നിൻ്റെ പ്രണയിനിയല്ലേ എന്നൊക്കെ. അല്ല, പ്രണയിനിയല്ല, ഫ്രണ്ടാണ്, നീ വെറുതെ പറയണ്ട, നിനക്ക് അവളോട് പ്രണയമാണെന്ന് എനിക്കറിയാം, ഫോൺ ഇതാ ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫോൺ തരില്ല എന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും കൂടെ ഒരു കളി തമാശയൊക്കെ ആവുന്നുണ്ട്. അത് കണ്ട് ചന്ദ്രയ്ക്ക് ദേഷ്യം വന്ന്, എന്താടി നിനക്ക് ഇവിടെ, രണ്ടുപേരും എപ്പോഴും ഒരുമിച്ച് തന്നെയാണ്, നീ നിൻ്റെ ചേച്ചിയുടെ അടുത്ത് പോയി നിൽക്കടി, നീ മേലെ പോടാ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ചീത്ത പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നുണ്ട്. ഇതുവരെ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ.
പിന്നെ ഇവരുടെ അമ്മ, അതായത് ശ്രുതിയുടെ അമ്മ വിമൽ ആൻറ്റി പിന്നെയും ആലോചിച്ചിരിക്കുന്നുണ്ട്, വേണ്ട ഒരു പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട, നമുക്ക് പോയേക്കാം, രേവതിയോടൊന്ന് പറഞ്ഞിപ്പോൾ തന്നെ ഇറങ്ങിയേക്കാം എന്ന് പറഞ്ഞ് എന്തായാലും ആദിമോൻ ഉറങ്ങുകയാണ്. അപ്പോൾ അമ്മ താഴെ വന്ന് രേവതിയോട് പറയുകയാണ്, ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. അയ്യോ അപ്പോൾ ആൻറ്റി ഭക്ഷണം കഴിക്കാതെ പോവല്ലേ എന്നല്ല, ആദിമോന് ഞാൻ കൊടുക്കുമ്പോൾ കഴിച്ചിരുന്നു ഞാനും, അതുകൊണ്ട് ഇപ്പോൾ ആഹാരമൊന്നും വേണ്ട, പോയിട്ട് വീട്ടിലും കുറച്ച് തിരക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാനും ഇറങ്ങുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും പറയുന്നുണ്ട് ഓക്കെ ഓക്കെ എല്ലാവരും ബൈ ബൈ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതിയുടെ അമ്മ പറഞ്ഞ് പിടിച്ചു നിർത്തി പറയുകയാണ്, എന്തായാലും നിങ്ങൾ കാരണമാണ് എൻ്റെ മോൾ രക്ഷപ്പെട്ടത്, നിങ്ങളുടെ മോൻ കാരണം, അതായത് കൊച്ചുമോൻ കാരണമാണ് എൻ്റെ മോൾ രക്ഷപ്പെട്ടത്, വളരെയധികം നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്തുമ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര ടെൻഷനാണ്, ഇപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയില്ലല്ലോ എന്ന്. പക്ഷേ ആ സമയത്താണ് ആദിമോൻ ഉണർന്ന് നോക്കുമ്പോൾ അമ്മൂമ്മയെ കാണാനില്ലല്ലോ, എവിടെ അമ്മൂമ്മ എന്ന് പറഞ്ഞ് ഡോറ് തുറന്ന് സ്ലോ മോഷനിൽ ആദിമോൻ വരുന്നതാണ് കാണിക്കുന്നത്. പക്ഷേ അവൻ വരുന്നതൊക്കെ രേവതിയെ ആ സൈഡ് നോക്കിയിട്ടാണെങ്കിലും പെട്ടെന്ന് തന്നെ ആ കുട്ടിയുടെ കണ്ണൊന്ന് അങ്ങോട്ട് മാറിപ്പോയതും ശ്രുതിയെ കണ്ടതും ആൻറ്റി എന്ന് വിളിക്കുന്നുണ്ട്. ആൻറ്റി എന്ന് വിളിക്കുമ്പോൾ ശ്രുതിക്ക് ചിരിക്കണോ കരയണോ ഓടണോ എന്നറിയാത്തൊരു വല്ലാത്തൊരു ഫീല് തന്നെയായിരുന്നു അത്. ഒന്ന് സ്റ്റക്കായി അങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ശ്രുതിയും നോക്കുന്നുണ്ട്, ഈ കുട്ടി എന്തിനാണ് ഇവൾ ആൻറ്റി എന്ന് വിളിക്കുന്നത് എന്നുള്ളത്. അതിനുള്ള കഥയൊക്കെ ഇപ്പോൾ മെനഞ്ഞെടുക്കുമായിരിക്കും, സാമർത്ഥ്യം കൂടുതലുള്ളത് കൊണ്ട്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ ശ്രുതി, നടുവിൽ ആദിമോൻ, അതായത് റൈറ്റ് സൈഡിൽ ശ്രുതി, അങ്ങനെ 3 പേരുടെയും ഫോട്ടോ ആയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി ബാക്കി എന്താണെന്നുള്ളത് നാളെ അറിയുള്ളൂ. പിന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോവും വേണമെന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നുകൂടെ ലൈക്ക് ചെയ്തിട്ടില്ലാത്തവർ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. Till then, bye-bye.